The green lines in the figure are parallel lines of equal length. One is drawn from the left end of horizontal blue line and the other from the midpoint of blue line. Are the red lines in the figure the same length? Why? Are the red lines parallel? അതായത് ഈ ഫിഗറിലെ ബ്ലൂ ലൈനിൻ്റെ ഒരു എൻഡിൽ നിന്ന് ഒരു ഗ്രീൻ ലൈൻ വരച്ചിട്ടുണ്ട്, അതിൻ്റെ മിഡ് പോയിന്റിൽ നിന്നും ഒരു ഗ്രീൻ ലൈൻ വരച്ചിട്ടുണ്ട്. ഈ രണ്ട് ഗ്രീൻ ലൈൻസും ഈക്വൽ ലെങ്ത്തും ആണ്, കൂടാതെ പാരലലും ആണ്. അങ്ങനെയാണെങ്കിൽ ഈ റെഡ് ലൈൻസ് ഇല്ലേ, ഈ റെഡ് ലൈൻസ് ഒരേ ലെങ്ത് ആണോ, കൂടാതെ അവ പാരലൽ ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആദ്യം നമുക്ക് ഇതിനെ ABCD എന്ന് നെയിം ചെയ്യാം. നമുക്ക് ട്രയാങ്കിൾ AEBയും ട്രയാങ്കിൾ BDCയും ഒന്ന് നോക്കൂ. ഈ രണ്ട് ട്രയാങ്കിൾസിലെയും AE എന്ന സൈഡും BD എന്ന സൈഡും എന്താണ്, ഈക്വൽ ആണ് അല്ലേ? കാരണം എന്താണ്, അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് AE = BD. പിന്നെയോ AB എന്ന സൈഡും BC എന്ന സൈഡും ഈക്വൽ ആണ്. കാരണം എന്താണ്, AC എന്ന ലൈന് ബ്ലൂ ലൈനിൻ്റെ മിഡ് പോയിന്റ് ആണ് B അല്ലേ? മിഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ മിഡിലുള്ള പോയിന്റ് ആണ്. അപ്പോൾ മിഡ് പോയിന്റ് ബൈസെക്ട് ചെയ്യും അല്ലേ, ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും AC. അപ്പോൾ ABയും BCയും എന്താണ്, ഈക്വൽ ആണ് അല്ലേ? സോ AB = BC, കാരണം B ഈസ് മിഡ് പോയിന്റ് ഓഫ് AC. ആംഗിൾ എയും ആംഗിൾ DBCയും എന്താണ്, ഈക്വൽ ആണ്. കാരണം എന്താണ്, അവ കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ് അല്ലേ? അതായത് AEBD എന്നീ രണ്ട് പാരലൽ ലൈൻസിലെ ഈ രണ്ട് ഗ്രീൻ ലൈൻസ് പാരലൽ ആണല്ലോ. അപ്പോൾ പാരലൽ ഗ്രീൻ ലൈൻസിനെ ഈ ബ്ലൂ ലൈന് കട്ട് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ് ആംഗിൾ എയും ആംഗിൾ DBCയും. സോ ആംഗിൾ A = ആംഗിൾ DBC. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾസിലെയും ട്രയാങ്കിൾ AEBയിലെയും ട്രയാങ്കിൾ BDCയിലെയും രണ്ട് സൈഡ്സ് ഈക്വൽ ആണ്, കൂടാതെ അവയ്ക്കിടയിൽ വരുന്ന ആംഗിളും ഈക്വൽ ആണ് അല്ലേ? അതുകൊണ്ട് എന്താണ്, ഈ രണ്ട് ട്രയാങ്കിൾസും എന്താണ്, ഈക്വൽ ട്രയാങ്കിൾസ് ആണ് അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇൻ ഈക്വൽ ട്രയാങ്കിൾസ് സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ് ആർ ഓൾസോ ഈക്വൽ അല്ലേ? അതായത് ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസിന് ഓപ്പോസിറ്റുള്ള സൈഡ്സും എന്താണ്, ഈക്വൽ ആയിരിക്കും അല്ലേ? അപ്പോൾ ആംഗിൾ എയും ആംഗിൾ DBC ഈക്വൽ ആണെന്ന് നമ്മൾ കണ്ടല്ലോ. അപ്പോൾ ആംഗിൾ എക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡും ആംഗിൾ DBCക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡും എന്താണ്, ഈക്വൽ ആയിരിക്കും അല്ലേ? അപ്പോൾ ആംഗിൾ എക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് EB ആണ്, ആംഗിൾ DBCക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് DC ആണ്. സോ EB = DC. കാരണം എന്താണ്, സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ് ആംഗിൾ A ആൻഡ് ആംഗിൾ DBC. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തില്ലേ EBയും DC ഈക്വൽ ആണ്. അതായത് രണ്ട് റെഡ് ലൈൻസ് ആണ് EBയും DCയും അല്ലേ? അവ ഈക്വൽ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? the red lines are parallel. ഈ രണ്ട് റെഡ് ലൈൻസും പാരലൽ ആണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ നമുക്കറിയാം ഈക്വൽ ട്രയാങ്കിൾസിൽ ഈക്വൽ ആയിട്ടുള്ള സൈഡ്സിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസ് ഈക്വൽ ആയിരിക്കും അല്ലേ? അപ്പോൾ ഈ AE എന്ന സൈഡും BD എന്ന സൈഡും, അല്ലെങ്കിൽ ഈ ഗ്രീൻ കളറിലുള്ള സൈഡ്സ് ഇല്ലേ, അവ ഈക്വൽ ആണെന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ അവയ്ക്ക് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും അല്ലേ? അപ്പോൾ AEക്ക് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ഏതാണ്? ആംഗിൾ EBA. ഓക്കെ, BDക്ക് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ഏതാണ്? ആംഗിൾ C. ഓക്കെ, അപ്പോൾ ആംഗിൾ EBA = ആംഗിൾ C ആയിരിക്കും. കാരണം എന്താണ്, ദേ ആർ ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് AE ആൻഡ് BD. ഓക്കെ, അപ്പോൾ ആംഗിൾ EBAയും ആംഗിൾ Cയും ഈക്വൽ ആണെന്ന് എന്ന് പറഞ്ഞാൽ എന്താണ്, ആംഗിൾ EBAയും ആംഗിൾ Cയും എന്ന് പറയുന്നത് അവ കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ് അല്ലേ? അതായത് ഈ രണ്ട് റെഡ് ലൈൻസിനെ ഈ ബ്ലൂ ലൈന് കട്ട് ചെയ്യുമ്പോൾ ഫോം ചെയ്തിട്ടുള്ള കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ് ആംഗിൾ EBAയും ആംഗിൾ Cയും. ഇവ രണ്ട് ഈക്വൽ ആണ് അല്ലേ? അതുകൊണ്ട് എന്ത് പറയാം, ഈ രണ്ട് റെഡ് ലൈൻസും പാരലൽ ആണ് അല്ലേ? കാരണം എന്താ, പാരലൽ ലൈൻസിനെ മറ്റൊരു ലൈൻ കട്ട് ചെയ്യുമ്പോഴാണ് കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആവുക അല്ലേ? അപ്പോൾ ഈ രണ്ട് ആംഗിൾസ് ഓൾറെഡി ഈക്വൽ ആണ്. അതിനർത്ഥം എന്താണ്, ഈ റെഡ് ലൈൻസ് എന്താണ്, പാരലൽ ആണ് എന്നാണ് അർത്ഥം.
ഈസ് ദ കോഡിലാറ്ററൽ ഇൻ ദ ഫിഗർ പാരലലോഗ്രാം വൈ? അതായത് താഴെ ഫിഗറിലുള്ള കോഡിലാറ്ററൽ ഒരു പാരലലോഗ്രാം ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനെ നമുക്ക് ABCD എന്ന് നെയിം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ABCD ഒരു പാരലലോഗ്രാം ആണോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കറിയാം ആംഗിൾ BACയും ആംഗിൾ ACDയും എന്താണ് 35 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. ആംഗിൾ BAC ഈസ് ഈക്വൽ ടു ആംഗിൾ ACD. കാരണം എന്താ, ബോത്ത് ആർ 35 ഡിഗ്രി, രണ്ടും ഈക്വൽ ആണ് അല്ലേ. കാരണം എന്താ, രണ്ടും 35 ഡിഗ്രി ആയതുകൊണ്ട്. പക്ഷെ ഈ ആംഗിൾ BACയും ആംഗിൾ ACD എന്ന് പറയുന്നത് എന്താണ്, ആൾട്ടർനേറ്റ് ആംഗിൾസ് ആണ് അല്ലേ. അതായത് ABDC എന്നീ രണ്ട് ലൈൻസിനെ ഈ AC എന്ന ലൈന് കട്ട് ചെയ്യുമ്പോൾ ഫോം ചെയ്തിട്ടുള്ള ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ് എന്ത്, ആംഗിൾ BACയും ആംഗിൾ ACDയും അല്ലേ. അപ്പോൾ ഈ ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആവണമെങ്കിൽ എന്താവണം, ഈ രണ്ട് ലൈൻസായ ABയും DCയും എന്താണ്, പാരലൽ ആവണം അല്ലേ. പാരലൽ ലൈൻസിനെ മറ്റൊരു ലൈൻ കട്ട് ചെയ്യുമ്പോഴാണ് ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആവുന്നത് അല്ലേ. അപ്പോൾ ആംഗിൾ BACയും ആംഗിൾ ACD ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ABയും DCയും എന്താണ്, പാരലലാണ്. ഈ കോഡിലാറ്ററൽ ABCDയുടെ AB എന്ന സൈഡും DC എന്ന സൈഡും പാരലൽ ആണെന്ന് നമ്മൾ കണ്ടു. അതേപോലെ ABയും DCയും എന്താ ഈക്വലാണ്. കാരണം എന്താ, 4 സെൻറ്റിമീറ്റർ ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട് അല്ലെ, ഫിഗറിൽ തന്നെ തന്നിട്ടുണ്ട്. ആൻഡ് AB ആൻഡ് DC, AB ഈസ് ഈക്വൽ ടു DC. കാരണം എന്താണ്, ബോത്ത് ആർ 4 സെൻറ്റിമീറ്റർ. ഇപ്പോൾ നമ്മൾ ടെക്സ്റ്റിൽ പഠിച്ച ഒരു തിയറം അല്ല, എന്താണ്, ഇഫ് two sides of quadrilateral are equal and parallel then the quadrilateral is parallelogram അല്ലേ. അപ്പോൾ ABCDയുടെ രണ്ട് സൈഡ്സ് ഈക്വലും ആണ് പാരലലും ആണ്, അതുകൊണ്ട് ഈ ABCD എന്താണ്, ഒരു പാരലലോഗ്രാം ആണ്. ഓക്കെ, in the quadrilateral in the figure, the lines AB and CD are parallel. The midpoint of AB is M. Are the quadrilateral AMCD and MBCD parallelogram? Why? Calculate all the angles in the triangle AMD, MBC and DCM. അതായത് ഈ കോഡിലാറ്ററലിലെ AB എന്ന സൈഡും CD എന്ന സൈഡും പാരലലാണ്. ABയുടെ മിഡ് പോയിന്റ് ആണ് M. അങ്ങനെയാണെങ്കിൽ കോഡിലാറ്ററൽ AMCDയും MBCDയും പാരലലോഗ്രാംസ് ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ടെന്നും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം പാരലലോഗ്രാം AMCD നോക്കാം. ഈ പാരലലോഗ്രാമിൻ്റെ DC എന്ന സൈഡും AM എന്ന സൈഡും എന്താണ്, ഈക്വൽ ആണ്. കാരണം എന്താണ്, AM എന്ന് പറഞ്ഞാൽ എന്താണ്, AM ഇസ് ഈക്വൽ ടു എന്താണ്, ഹാഫ് ഓഫ് AB ആണ് അല്ലേ. കാരണം എന്താണ്, M മിഡ് പോയിന്റ് ആണ്, ABയുടെ മിഡ് പോയിന്റ് ആണ് M. അപ്പോൾ AM എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ABയുടെ ഹാഫ് ആണ്. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു AB എത്ര, 6 സെൻറ്റിമീറ്റർ അല്ലേ. ഹാഫ് ഇൻറ്റു 6 സെൻറ്റിമീറ്റർ എന്ന് വെച്ചാൽ എന്താണ്, 6/2, അതായത് 3 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. അപ്പോൾ AM DCയും എന്താണ്, 3 സെൻറ്റിമീറ്റർ ആണ്, AMഉം 3 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമുക്ക് രണ്ടും എന്ത് പറയാം, AM ഈസ് ഈക്വൽ ടു DC. കാരണം എന്താണ്, ബോത്ത് ആർ 3 സെൻറ്റിമീറ്റർ. ഓക്കെ, അതേപോലെ ഈ AMഉം DCയും പാരലലും ആണല്ലോ. ഈ AM എന്ന സൈഡും ഈ DC എന്ന സൈഡും പാരലലാണ്. കാരണം എന്താണ്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ABയും CDയും പാരലലാണെന്ന് അല്ലേ. അപ്പോൾ AM ABയിലുള്ളത് തന്നെയാണ് AM എന്ന ലൈന് അല്ലേ. അതുകൊണ്ട് എന്താണ്, AMഉം എന്തായിരിക്കും, CDക്ക് പാരലലായിരിക്കും. ഓക്കെ, കാരണം എന്താണ്, ഗിവൺ ദാറ്റ് AB ആൻഡ് CD ആർ പാരലൽ. ഓക്കെ, അപ്പോൾ ഈ കോഡിലാറ്ററൽ AMCDയുടെ രണ്ട് സൈഡ്സ്, അതായത് AM എന്ന സൈഡും DC എന്ന സൈഡും ഈക്വലും ആണ്, കൂടാതെ പാരലലും ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, കോഡിലാറ്ററൽ AMCD ഈസ് എ പാരലലോഗ്രാം. കോഡിലാറ്ററൽ AMCD എന്താണ്, പാരലലോഗ്രാം ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത കോഡിലാറ്ററൽ ഏതാ, MBCD
പാരലലോഗ്രാം ആണെന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ക്വാഡ്രിലാറ്ററലിൻ്റെ സൈഡ്സ് ആണ് ഡി സിയും എം ബിയും. അല്ല, ഡി സി 3 സെൻറ്റിമീറ്റർ ആണ്, എം ബിയും എന്താണ് 3 സെൻറ്റിമീറ്റർ തന്നെയായിരിക്കും. കാരണം എം എ ബിയുടെ മിഡ് പോയിന്റ് ആണ്. അപ്പോൾ എം ബി എന്ന് പറയുന്നത് എന്താണ്, എം ബി ഈസിക്കൽ ടു ഹാഫ് ഓഫ് എ ബി ആയിരിക്കും. ദറ്റ് ഈസ് ഹാഫ് ഇൻറ്റു എ ബി എത്ര 6 സെൻറ്റിമീറ്റർ അല്ലേ, ഹാഫ് ഇൻറ്റു 6 സെൻറ്റിമീറ്റർ, 6/2 എന്താണ് 3 അല്ലേ. അപ്പോൾ 3 സെൻറ്റിമീറ്റർ ആണ് എം ബി എന്ന് പറയുന്നത്. ഡി സിയും എന്താണ് 3 സെൻറ്റിമീറ്റർ തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഡി സി ഈസിക്കൽ ടു എം ബി എന്ന് കൊടുക്കാം. കാരണം എന്താണ്, ബോത്ത് ആർ 3 സെൻറ്റിമീറ്റർ, രണ്ടും 3 സെൻറ്റിമീറ്റർ ആയതുകൊണ്ടാണ് അവ ഈക്വൽ ആയത്. കൂടാതെ ഈ ഡി സിയും എം ബിയും പാരലലാണ്. കാരണം എന്താണ്, ഡി സിയും എ ബിയും പാരലലാണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ എം ബി എ ബിയിലെ ലൈൻ തന്നെയല്ലേ, അപ്പോൾ എം ബിയും ഡി സിക്ക് പാരലലായിരിക്കും. ഓക്കെ, അപ്പോൾ ഡി സി ആൻഡ് എം ബി ആർ പാരലൽ. സെയിം റീസൺ തന്നെയാണ്, എ ബിയും സി ഡിയും പാരലൽ ആയതുകൊണ്ടാണ് ഡി സി എം ബിയും പാരലൽ അല്ലേ. അപ്പോൾ ഈ ക്വാഡ്രിലാറ്ററൽ എം ബി സി ഡിയുടെ രണ്ട് സൈഡ്സായ ഡി സിയും എം ബിയും ഈക്വലും ആണ് പാരലലും ആണ്. അതുകൊണ്ട് ക്വാഡ്രിലാറ്ററൽ എം ബി സി ഡി എന്താണ്, ഒരു പാരലലോഗ്രാം ആണ്. ഓക്കെ, അപ്പോൾ ക്വാഡ്രിലാറ്ററൽ എം ബി സി ഡിയും ഒരു എന്താണ് പാരലലോഗ്രാം ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ഓൾ ആംഗിൾസ് ഇൻ ദ ട്രയാങ്കിൾ എ എം ഡി എം ബി സി ആൻഡ് ഡി സി എം. ആംഗിൾ ഡി സി എമ്മും ആംഗിൾ എയും എന്താണ്, ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് അല്ലേ. പാരലലോഗ്രാം അല്ലേ എ എം സി ഡിയുടെ ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് ആംഗിൾ എയും ആംഗിൾ ഡി സി എം. അപ്പോൾ അവ രണ്ട് ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പോൾ ആംഗിൾ എ 40 ഡിഗ്രി ആയതുകൊണ്ട് ആംഗിൾ ഡി സി എം എന്തായിരിക്കും, 40 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അതേപോലെ ആംഗിൾ സി ഡി എമ്മും ആംഗിൾ ബിയും എന്താണ് ഈക്വൽ ആയിരിക്കും. കാരണം എന്താണ്, അവ പാരലലോഗ്രാം എം ബി സി ഡിയുടെ ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് അല്ലേ. അപ്പോൾ ആംഗിൾ ബി 60 ഡിഗ്രി ആയതുകൊണ്ട് ആംഗിൾ സി ഡി എമ്മും എന്താണ് 60 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ സി ഡി എമ്മും ആംഗിൾ ഡി എം എയും എന്താണ് ഈക്വൽ ആണ് അല്ലേ. ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആണ്. കാരണം എന്താണ്, അവ ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ് അല്ലേ. അതായത് എ എം ഡി സി എന്ന രണ്ട് പാരലൽ ലൈൻസിനെ ഈ ഡി എം എന്ന ലൈൻ കട്ട് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ് ആംഗിൾ സി ഡി എമ്മും ആംഗിൾ ഡി എം എയും. സോ ആംഗിൾ ഡി എം എ ഈസിക്കൽ ടു ആംഗിൾ സി ഡി എം. ആംഗിൾ സി ഡി എം 60 ഡിഗ്രി ആയതുകൊണ്ട് ആംഗിൾ ഡി എം എയും എന്തായിരിക്കും, 60 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അതേപോലെ ആംഗിൾ ഡി സി എമ്മും ആംഗിൾ സി എം ബിയും എന്താണ് ഈക്വൽ ആയിരിക്കും. കാരണം എന്താണ്, അവയും ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ് അല്ലേ. ഡി സി എം ബി എന്നീ രണ്ട് പാരലൽ ലൈൻസിനെ സി എം എന്ന ലൈൻ കട്ട് ചെയ്യുമ്പോൾ ഫോം ചെയ്തിട്ടുള്ള ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ് ആംഗിൾ ഡി സി എമ്മും ആംഗിൾ സി എം എയും അല്ലേ. ഈ രണ്ട് ആംഗിൾസ് അല്ലേ. അപ്പോൾ അവ എന്താണ് ഈക്വൽ ആയിരിക്കും അല്ലേ. സോ ആംഗിൾ സി എം ബി ഈസ് ഈക്വൽ ടു ആംഗിൾ ഡി സി എം. ആംഗിൾ ഡി സി എം 40 ഡിഗ്രി ആയതുകൊണ്ട് ആംഗിൾ സി എം ബി എന്താണ് 40 ഡിഗ്രി ആയിരിക്കും. ട്രയാങ്കിൾ ഡി സി എം നോക്കൂ. ഓക്കെ, ഈ ട്രയാങ്കിളിലെ രണ്ട് ആംഗിൾസ് തന്നിട്ടുണ്ട് അല്ലേ. ആംഗിൾ സി ഡി എം 60 ഡിഗ്രിയാണ്, ആംഗിൾ ഡി സി എം 40 ഡിഗ്രിയാണ്. അപ്പോൾ മൂന്നാമത്തെ ആംഗിൾ എന്തായിരിക്കും, അത് കാണാൻ വേണ്ടിയിട്ട് നമുക്കറിയാം സം ഓഫ് ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ എന്താ 180 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ ഈ ട്രയാങ്കിൾ ഡി സി എമ്മിലും എന്താണ് സം ഓഫ് ആംഗിൾസ് എന്തായിരിക്കും, 180 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ട്രയാങ്കിൾ ഡി സി എമ്മിലെ ആംഗിൾസ് ഏതൊക്കെയാണ്, ഒന്ന് 60 ഡിഗ്രി, ഒന്ന് 40 ഡിഗ്രി, ഒന്ന് ആംഗിൾ ഡി എം സി എം അല്ലേ. സോ 60 ഡിഗ്രി പ്ലസ് 40 ഡിഗ്രി പ്ലസ് ആംഗിൾ ഡി എം സി ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. 60 ഡിഗ്രി പ്ലസ് 40 ഡിഗ്രി 100 ഡിഗ്രിയാണ് അല്ലേ. സോ 100 ഡിഗ്രി പ്ലസ് ആംഗിൾ ഡി എം സി ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഇതിൽ നിന്ന് നമുക്ക് ആംഗിൾ ഡി എം സി കാണാം. അതിനു വേണ്ടി എന്ത് ചെയ്യണം, ഈ 100 ഡിഗ്രിയെ ഇവിടെ ആഡ് ചെയ്തേക്കുമല്ലേ. അപ്പോൾ പ്ലസ് 100 ഡിഗ്രിയെ കെൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് 100 ഡിഗ്രി ആകും. സോ ആംഗിൾ ഡി എം സി ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 100 ഡിഗ്രി. അത് എത്രയാണ്, 80 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ ആംഗിൾ ഡി എം സി എത്രയാണ്, 80 ഡിഗ്രി. ഓക്കെ,
അപ്പോൾ ഈ ആംഗിൾ ഡി എം സിയും ആംഗിൾ എ ഡി എമ്മും എന്താണ് ഈക്വൽ ആയിരിക്കും. കാരണം എന്താവുക ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ് അല്ലേ. അതായത് എ ഡി എം സി എന്നീ രണ്ട് പാരലൽ ലൈൻസ്, എ ഡിയും എം സിയും പാരലലാണ്. കാരണം എ എം സി ഡി ഒരു പാരലലോഗ്രാം ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സായ എ ഡിയും എം സിയും പാരലലാണ്. അപ്പോൾ ഈ രണ്ട് പാരലൽ ലൈൻസിനെ ഡി എം എന്ന ലൈൻ കട്ട് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ് ആംഗിൾ എ ഡി എമ്മും ആംഗിൾ ഡി എം സിയും. സോ ആംഗിൾ എ ഡി എം ഈസ് ഇക്വൽ ടു ആംഗിൾ ഡി എം സി. ആംഗിൾ ഡി എം സി 80 ഡിഗ്രി ആയതുകൊണ്ട് ആംഗിൾ എ ഡി എമ്മും എന്തായിരിക്കും 80 ഡിഗ്രി ആയിരിക്കും. ഓക്കെ. അതേപോലെ ആംഗിൾ ഡി എം സിയും ആംഗിൾ എം സി ബിയും എന്താണ് ഈക്വൽ ആയിരിക്കും. കാരണം എന്താണ് അവയും ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ് അല്ലേ. ഡി എമ്മും സി ബിയും എന്താണ് പാരലാണ് അല്ലേ. പാരലോഗ്രാം എം ബി സി ഡി ഓപ്പോസിറ്റ് സൈഡ്സ് ആണ് ഡി എമ്മും സി ബിയും. അപ്പോൾ ഡി എമ്മും സി ബിയും പാരലൽ ആയതുകൊണ്ട് എം സി എന്ന ലൈൻ കട്ട് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ് ആംഗിൾ ഡി എം സിയും ആംഗിൾ എം സി ബിയും. സോ ആംഗിൾ എം സി ബി ഈസ് ഈക്വൽ ടു ആംഗിൾ ഡി എം സി. ആംഗിൾ ഡി എം സി 80 ഡിഗ്രി ആയതുകൊണ്ട് ആംഗിൾ എം സി എയും 80 ഡിഗ്രി ആയിരിക്കും. ഓക്കെ. അപ്പോൾ നമ്മൾ എല്ലാ ആംഗിൾസും കണ്ടുപിടിച്ചല്ലോ 3 ട്രയാങ്കിൾസിലെയും. അത് ഏതൊക്കെയാണ്? അപ്പോൾ ആദ്യം ട്രയാങ്കിൾ എ എം ഡിയിലെ ആംഗിൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആംഗിൾ എ എത്രയാണ്? 40 ഡിഗ്രി. പിന്നെ ആംഗിൾ ഡി എം എ അത് എത്രയാണ്? 60 ഡിഗ്രി. പിന്നെ ആംഗിൾ എ ഡി എം അത് എത്രയാണ്? 80 ഡിഗ്രി. ഓക്കെ. ഇനി ട്രയാങ്കിൾ എം ബി സിയുടെ ആംഗിൾസ് കണ്ടുപിടിക്കാം. അപ്പോൾ ആംഗിൾ സി എം ബി അത് എത്രയാണ്? 40 ഡിഗ്രി. പിന്നെ ആംഗിൾ സി ബി എം അത് എത്രയാണ്? 60 ഡിഗ്രി. പിന്നെ ആംഗിൾ എം സി ബി അത് എത്രയാണ്? 80 ഡിഗ്രി. ഓക്കെ. ഇനി ട്രയാങ്കിൾ ഡി സി എമ്മിലെ ആംഗിൾസ് കണ്ടുപിടിക്കാം. ആംഗിൾ സി ഡി എം എത്രയാണ്? 60 ഡിഗ്രി. ആംഗിൾ ഡി സി എം 40 ഡിഗ്രി. പിന്നെ ആംഗിൾ ഡി എം സി എത്രയാണ്? 80 ഡിഗ്രി. ഓക്കെ.